സ്റ്റഡീസ് 2025 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഷമോൻ എന്നുള്ള മൂവിയുടെ അപ്രീസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സ് ആയിട്ടും ചോദിക്കാം നമുക്ക്. അപ്പോൾ അതിനകത്ത് അക്കീറ കുറോസോവയുടെ മൂവിയാണ് റാഷമോൻ. യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കാണ്. ട്രൂത്തിനെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിലാണ് പറഞ്ഞു പോയേക്കുന്നത്. നോൺ ലീനിയർ നെറേറ്റീവാണ്. നോൺ ലീനിയർ നെറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ നെറേറ്റീവ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, ഒരു മിഡിൽ പോർഷൻ, ഒരു കൺക്ലൂഷൻ. അപ്പം നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ തിരിച്ച് മറിച്ചും ഒക്കെ സ്കാറ്റേർഡ് ആയിട്ടും ഒക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് നെറേഷനാണ്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജി എല്ലാം വളരെ സ്ട്രോങ് ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയാണ്. പിന്നെന്താണ്, ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ എൻഗേജ് ചെയ്തിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവാർഡ് വില്ലിംഗ് ഫിലിമാണ്. ആർട്ടും നെറേറ്റീവും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു ടൈംലെസ് റെലവൻസ് ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. അപ്രീസിയേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ക്യാരക്ടേഴ്സിനെ കുറിച്ച്, സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, സിനിമാറ്റോഗ്രഫി, ലൈറ്റിങ്, പിന്നെന്താണ്, ഇത് എങ്ങനെയുള്ള പടമാണ്, എന്ത് തീംസാണ് ഇതിനകത്ത് വരുന്നത്, എങ്ങനെ ഇതൊരു സിനിമാറ്റിക് ക്ലാസിക്കായിട്ട് മാറുന്നുണ്ട്. എബൌട്ട് അക്കീറ കുറോസോവയെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ മറ്റ് ഫിലിംസുമായിട്ട് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറിയാണ്. അടുത്തതെന്ന് വെച്ചാൽ ഫ്രഞ്ച് ന്യൂ വേവും ഇറ്റാലിയൻ നിയോ റിയലിസവും തമ്മിലുള്ള കമ്പാരിസണാണ്. രണ്ടും മെയിൻ സ്ട്രീം സിനിമയെ റിജക്റ്റ് ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ്. നിയോ റിയലിസം എന്ന് പറയുന്നത് സോഷ്യൽ റിയാലിറ്റിയെയും ഫോക്കസ് ചെയ്യുന്നു. ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് വെച്ചാൽ സ്റ്റൈലിനെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, നിയോ റിയലിസത്തിനകത്ത് നോൺ ആക്ടേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്, പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലാത്തവരെ. ഫ്രഞ്ച് ന്യൂ വേവ് എക്സ്പെരിമെൻ്റൽ എഡിറ്റിങ്ങിനെ കാണിക്കുന്നു. റിയൽ ലൊക്കേഷൻസ് ആണ് രണ്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നിയോ റിയലിസം ഇമോഷണലി സിമ്പിളാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫിലിംസ് ഇൻ്റലക്ച്വലി കോംപ്ലക്സ് ആണ്. നിയോ റിയലിസം എന്ന് വെച്ചാൽ അതൊരു പോസ്റ്റ് വാർ മൂവ്മെൻ്റ് ആണെങ്കിൽ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് വെച്ചാൽ യൂത്ത് ഡ്രിവൺ മൂവ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ നിയോ റിയലിസം ആൻഡ് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് വെച്ചാൽ ഗ്ലോബലിസം കൊണ്ട് അല്ലെങ്കിൽ ഗ്ലോബലി ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. നറേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസ് രണ്ടിനും ഡിഫറെൻ്റ് ആണ്. ലോ ബഡ്ജറ്റ് മൂവ്മെൻറ്റ്സ് ആണിത് രണ്ടും. പിന്നെ ഫ്രഞ്ച് ന്യൂ വേവിന് എക്സാമ്പിൾ എഴുതുക, ഇറ്റാലിയൻ നിയോ റിയലിസത്തിന് എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ഇതും 15 മാർക്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കായിട്ടും ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫിലിം സ്റ്റഡീസിലുള്ള അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അഡാപ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ നമ്മൾ നോവലിൽ നിന്നോ ബുക്കിൽ നിന്നോ ഒരു സംഭവത്തിനെ എടുത്തിട്ട് അത് ഫിലിമാക്കി മാറ്റുന്നതാണ് ഫിലിം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിനെ ഫിലിമാക്കി മാറ്റുക, ഇൻ്റർപ്രിട്ടേഷൻ ഇൻവോൾവ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ബുക്കിനകത്ത് എന്താണോ ഉള്ളത് അതുപോലെ ചിലപ്പം ചില മൂവീസിനകത്ത് നമ്മൾ കാണാറില്ല. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയും ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ നറേറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ബുക്ക് ഒരു മൂവി ആക്കുമ്പോൾ നറേറ്റീവ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തും. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഡയലോഗ് വേണ്ടി വരും അല്ലേ. പിന്നെന്താണ്, ഫിലിം മേക്കേഴ്സിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡം അനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം അഡാപ്റ്റേഷനകത്ത് വരുമ്പോൾ. ഓഡിയൻസിൻ്റെ ഇപ്പോൾ ഒരു ബുക്കിനകത്ത് ഭയങ്കര ദുരന്ത കഥയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് ട്രാജഡി ഒഴിവാക്കി വേണമെന്നുണ്ടെങ്കിൽ അതിനെ സക്സസ്ഫുൾ ആക്കി മാറ്റാം. പക്ഷേ ബുക്കിനോടുള്ളൊരു ഫിഡിലിറ്റി കാണത്തില്ല. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് പറയുക. ഇങ്ങനെ നോവൽസിനെ ഫിലിം ആക്കിയിട്ടുള്ളതിൻ്റെ എക്സാമ്പിൾസ് പറയുക. അങ്ങനെ 2-3 എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയുടെ റോൾ എന്താണ് സിനിമയിലുള്ളത്, ഡിജിറ്റൽ ടെക്നോളജിയുടെ റോൾ എന്താണ് സിനിമയിലുള്ളതെന്നുള്ളത് ഞാൻ പല വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് മെക്കാനിക്കൽ ക്യാമറാസ് യൂസ് ചെയ്യുന്നു, ഹാൻഡ് ഹെൽഡ് ക്യാമറാസ് മാറ്റുന്നു, ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ OTT വരുന്നുണ്ട്, VFX വരുന്നുണ്ട്, CGI വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരുന്നുണ്ട്, കളർ ഫിലിമിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, സൈലൻറ്റ് ഫിലിംസ് എങ്ങനെ സൗണ്ട് ഫിലിംസ് ആയിട്ട് മാറുന്നു, സ്പെഷ്യൽ എഫക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു, എഡിറ്റിംഗ് എങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആവുന്നുണ്ട്, 3D IMAX ടെക്നോളജി എങ്ങനെ വരുന്നു എന്നുള്ളത്, ആനിമേഷൻ അഡ്വാൻസ്മെൻറ്റ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്. പിന്നെ മൊബൈൽ ഫിലിം മേക്കിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. വിർച്വൽ AI ഇൻഫ്ലുവൻസും ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫ്രഞ്ച് പൊയറ്റിക് റിയലിസം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 1930s ഫ്രാൻസിലാണ് വന്നത്. റിയലിസം ഉണ്ട് പ്ലസ് പൊയറ്റിക് എലമെൻറ്റ്സ്. അതായത് വർക്കിംഗ് ക്ലാസ് ലൈഫിനെ ഫോക്കസ് ചെയ്യുന്നു. വളരെ സാഡ് ആയിട്ടുള്ള ടോണിലാണ് ഇത് പോകുന്നത്. ഫെയ്റ്റ്, ഡെസ്പയർ, ഇതൊക്കെയാണ് തീമായിട്ട് വരുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ക്യാരക്ടേഴ്സ് ഓഫൺ ട്രാജിക് ക്യാരക്ടേഴ്സ് ആണ്. പിന്നെന്താണ്, ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്ട്രോങ് വിഷ്വൽ അറ്റ്മോസ്ഫിയർ കാണും. ഹ്യൂമൻ സ്ട്രഗിളിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ന്യൂ ജർമ്മൻ സിനിമ, ഇതൊക്കെ എന്ത് മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാലും അതിനകത്തൊരു 1-2 സിനിമയുടെ എക്സാമ്പിൾസ് പറഞ്ഞു പോവുക. ന്യൂ ജർമ്മൻ സിനിമ 1960s ജർമ്മനിയിൽ വന്നു. കൊമേഴ്ഷ്യൽ സിനിമയ്ക്കെതിരെ വന്നതാണ്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തീംസ് ആണ് വരുന്നത്.
പിന്നെ വരുന്നത് റെയ്നർ വെർണർ ഫാസ്ബിൻഡർ, പിന്നെ ഡയറക്ടറായിട്ട് വെർണർ ഹെർസോഗിൻ്റെ മൂവീസ് അതൊക്കെ വരും. പോസ്റ്റ് വാർ ഐഡൻറ്റിറ്റി, ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷൻസ് ആണ്, പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്, പിന്നെന്താണ് ഹിസ്റ്ററിയും ട്രോമയും, പിന്നെന്താണ് വരുന്നത് ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷൻസ് ആണ്, എക്സ്പെരിമെൻ്റൽ നറേറ്റീവ്സ് ആണ്, ഇതെല്ലാം പറയുക. പിന്നെ ന്യൂ ജർമ്മൻ സിനിമയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടിയാണ് വന്നത്. ജർമ്മൻ സിനിമ ഇൻ്റർനാഷണൽ റിവൈവ് ചെയ്ത് ഈ മൂവ്മെൻ്റ് ആണ്. അടുത്തത് സോവിയറ്റ് മൊണ്ടാഷ് ആണ്. സോവിയറ്റ് റഷ്യയിൽ വന്നു. സെർജെ ഐസൻസ്റ്റൈൻ ആണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്. ഐസൻസ്റ്റൈൻ ആണ് മൊണ്ടാഷ് തിയറിയുടെ ആൾ കേട്ടോ. പിന്നെ എഡിറ്റിംഗ് എങ്ങനെയാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് മൊണ്ടാഷ് എന്ന് എഴുതിക്കോണം. അതായത് ജസ്റ്റ് കമ്പാരിസൺ ഓഫ് ഷോർട്സ്. പിന്നെ എന്താ പറയുക, ഫേമസ് ഫിലിം മറ്റേ നമ്മുടെ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിനെ കുറിച്ച് പറയുക, മൊണ്ടാഷ് തിയറി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കോ എന്നുള്ള മൂവിക്കകത്തും വരുന്നുണ്ട്. ഒരു ഇമോഷണൽ ഇൻ്റലക്ച്വൽ ഇമ്പാക്റ്റ് ആയിരിക്കും. റാപ്പിഡ് ആയിട്ടുള്ള കട്ടിനെ യൂസ് ചെയ്യും. പ്രൊപ്പഗൻഡ ഫിലിംസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷൻ ആൻഡ് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 5 ടൈപ്സ് ഓഫ് മൊണ്ടാഷ് തിയറി ഉണ്ട്. അതെന്താണെന്ന് പറയണം ഇതിനകത്ത്. ഓക്കെ, മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. 15 മാർക്സ് ഒക്കെ ആണെങ്കിൽ അതെന്തായാലും പറഞ്ഞു പോവുക. 4 മാർക്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ഇന്ത്യൻ പാരലൽ സിനിമയാണ്. ഇന്ത്യൻ പാരലൽ സിനിമ എന്ന് ആലോചിക്കുമ്പോഴും നോക്കണം, റിയലിസവും സോഷ്യൽ ഇഷ്യൂസും ആണ്. ലോ ബഡ്ജറ്റ് ആയിരിക്കും. നിയോ റിയലിസം കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. നാച്ചുറൽ ലൊക്കേഷൻ, മിനിമൽ സോങ്സും ഡ്രാമയെ കാണത്തുള്ളൂ. ബോളിവുഡിന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വന്നതാണ് പാരലൽ സിനിമ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ശ്യാം ബെനഗലിൻ്റെ മൂവീസ്. സ്ട്രോങ് നറേഷനും ക്യാരക്ടേഴ്സും ആയിരിക്കും. റൂറൽ അർബൻ സ്ട്രഗിൾസ് കാണും. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനായിരിക്കും. ആർട്ടിസ്റ്റിക് ആൻഡ് മീനിങ് ഫുൾ സിനിമയാണിത്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് NFDCയിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെസ് കൊമേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷേ ക്രിട്ടിക്കലി നല്ല രീതിയിൽ അക്ലൈംഡ് ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും ഇതൊക്കെ. എഗെയിൻ വീണ്ടും സിഗ്നിഫിക്കൻസ് ഓഫ് റാഷമോൻ ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. റാഷമോൻ എഫക്റ്റിനെ കുറിച്ച് പറയാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DW ഗ്രിഫിത്തിൻ്റെ റോൾ. അദ്ദേഹം ഏർലി ഫിലിം പൈനിയർ ആണ്. നറേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് കൊണ്ടുവന്നു. ക്രോസ് കട്ടിംഗ് എഡിറ്റിങ്ങിൻ്റെ ആളാണ് ഇദ്ദേഹം. ക്ലോസ് അപ്പ് ഷോട്ടുകളുണ്ടല്ലോ, അതും ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. ദ ബർത്ത് ഓഫ് എ നേഷൻ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്, ഒരു ഫിലിമാണ്. പിന്നെ അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വർക്ക്സിനെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓഫ് റാഷമോൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടെക്നോളജിയുടെ അത് നോക്കിക്കോളുക, അഡാപ്റ്റേഷൻ ഡെസേ. ഇനി മൂവ്മെൻറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിനകത്തുള്ള കുറച്ച് മൂവീസിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജർമ്മൻ എക്സ്പ്രഷനിസവും മിസോസീനും ചോദിച്ചിട്ടുണ്ട്. ജർമ്മൻ എക്സ്പ്രഷനിസം യൂസ്ഡ് മിസോസീൻ ഹൈലി സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള വേയിലാണ്. അതായത് ഡിസ്റ്റോർട്ടഡ് സെറ്റ്, എക്സാജറേറ്റഡ് ഷാഡോ, അൺനാച്ചുറൽ ലൈറ്റിങ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ സൈക്കോളജിക്കൽ ടെൻഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ മിസോസീനെ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജർമ്മൻ എക്സ്പ്രഷൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയേണ്ടത്. പിന്നെ എവല്യൂഷൻ ഓഫ് സിനിമ ചോദിച്ചിട്ടുണ്ടത്. സൈലൻറ്റ് ഫിലിംസ് തൊട്ട് ഡിജിറ്റൽ ടെക്നോളജി വരെയുള്ള കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് എഴുതി പോവുക. 15 മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫിലിം സൊസൈറ്റിയുടെ റോള് ചോദിച്ചിട്ടുണ്ട്. ഫിലിം സൊസൈറ്റീസ് എന്ന് വെച്ചാൽ എന്താണ് ഫിലിം സൊസൈറ്റി? സിനിമ ആസ് ആൻ ആർട്ട് ഫോം അപ്രീസിയേഷന് വേണ്ടിയുള്ളതാണ് ഫിലിം സൊസൈറ്റീസ്. ക്ലാസിക്കലും വേൾഡ് ഫിലിംസ് അവർ സ്ക്രീൻ ചെയ്യും, ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സിനിമയിലോട്ട് സിനിമയിലോട്ട് കൊണ്ടുവരിക ഓഡിയൻസിന്. പിന്നെ ഗോൾഡൻ 50s ഇൻ ഇന്ത്യൻ സിനിമ, അത് സത്യജിത് റേയുടെ കാര്യവും ഗുരുദത്തിൻ്റെ കാര്യമൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ സത്യജിത് റേയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആപ്പു ട്രിലജിയെ കുറിച്ചൊക്കെ എഴുതാം. അദ്ദേഹത്തിൻ്റെ 3 ഫിലിംസ് എങ്ങനെയാണെന്നും എന്തൊക്കെ തീംസ് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും റിയലിസത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പോവുക. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ തേർഡ് വേൾഡ് സിനിമ ചോദിച്ചിട്ടുണ്ട്. ഡോഗ്മേ 95 ചോദിച്ചിട്ടുണ്ട്. ഡോക്യുമെൻ്ററി ഫിലിംസ്, തേർഡ് വേൾഡ് സിനിമ, ഡോഗ്മേ 95, ഡോക്യുമെൻ്ററി ഫിലിംസൊക്കെ 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ പോലെ ഞാനൊരു ഓഡിയോ പോലെ ഇട്ടിട്ടുണ്ട് ഫിലിം സ്റ്റഡീസിൻ്റെ പ്ലേലിസ്റ്റിനകത്ത്. അത് സിമ്പിളായിട്ട് വളരെ പറഞ്ഞു. തേർഡ് വേൾഡ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന ഫിലിംസ്. അവരെപ്പോഴും കൊളോണിയലിസം, പോവേർട്ടി, ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തീംസ് ആയിരിക്കും കേട്ടോ. ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കത്തില്ല, മിക്കവാറും ഈ പാരലൽ സിനിമ പോലുള്ള ഫിലിംസ് ആയിരിക്കും ഇറക്കുന്നത്. പിന്നെ ഇൻ്റർടെക്ച്വാലിറ്റി ഇൻ ഫിലിം. ഇൻ്റർടെക്ച്വാലിറ്റി ഇൻ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം റെഫറൻസുകൾ, അതായത് ഒരു ഫിലിമിനകത്ത് തന്നെ മറ്റ് ടെക്സ്റ്റുകളെക്കുറിച്ചോ ഫിലിമുകളെക്കുറിച്ചോ ഉള്ള റെഫറൻസുകൾ വരുന്നതാണ് ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ. ഓക്കെ, അത് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കണക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസിലൂടെ.
അതായത് ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് മറ്റൊരു സിനിമയുടെ കാര്യം പറയുക, അല്ലെങ്കിൽ മറ്റ് സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് വിളിക്കാം. ലിറ്ററേച്ചറിലും ഉണ്ട്, അത് ഫിലിമിലും ഉണ്ട്. പിന്നെ ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ ഒരു ടേം പറഞ്ഞായിരുന്നു, ഫിഡിലിറ്റി ക്രിറ്റിസിസം. നമ്മൾ ഈ നോവലിനെ നമ്മൾ ഫിലിമാക്കി മാറ്റുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡയറക്ടർ, അല്ലെങ്കിൽ ആ ഫിലിം മേക്കറിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നോവൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ അങ്ങ് കോപ്പി അടിച്ച് ഫിലിമാക്കി വെക്കാം. ഓക്കെ, സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റും എല്ലാം അതുപോലെ, സ്റ്റോറിയെല്ലാം അതുപോലെ, പ്ലോട്ടും എല്ലാം അതുപോലെ ചെയ്തു വെക്കാം. അല്ലെങ്കിൽ എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദ ഫിലിം മേക്കർ, യു ക്യാൻ ചേഞ്ച് ദ ഫിലിം സ്റ്റോറി, അല്ലെങ്കിൽ പ്ലോട്ട് മാറ്റാം, ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ക്യാരക്ടേഴ്സിന് ടെമ്പറമെൻറ്റുകൾ മാറ്റാം. ചിലപ്പോൾ വില്ലനായിരിക്കും അതിനകത്ത്, പക്ഷേ ഫിലിം ആക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സൈഡ് കാണിക്കാം, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് വില്ലനായെന്നുള്ളതൊക്കെ കാണിക്കാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആരുടെ ഒരു പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫിലിം മേക്കറിൻ്റെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. അപ്പോൾ ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് വെച്ചാൽ വിശ്വാസം കാണിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ ബുക്കിനോട് നീതി പുലർത്തുക. ഫിഡിലിറ്റി ക്രിറ്റിസിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ ക്ലോസ്ലി എ ഫിലിം അഡാപ്റ്റേഷൻ ഫോളോസ് ദി സോഴ്സ് ടെക്സ്റ്റ്. എന്തുമാത്രം ക്ലോസ് ആയിട്ട് ആ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ നോവലിനെ ഫിലിമിൽ കാണിച്ചിരിക്കുന്നു, എന്തുമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫിലിമിൽ. പക്ഷേ മോഡേൺ ക്രിറ്റിക്സ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ആയിട്ട് തന്നെ കാണണം. അതായത് ഒരു നോവലിനെ ഒരു ഫിലിം ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഫിലിമിനെ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് വർക്കായിട്ട് തന്നെ കാണണം, അല്ലാതെ നോവലുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നാണ് മോഡേൺ ക്രിറ്റിക്സ് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫിഡിലിറ്റി ക്രിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും എന്തിനെക്കുറിച്ചും പറയണം, മറ്റേ അഡാപ്റ്റേഷനെ കുറിച്ചും പറയുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻ്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റിംഗ് എ വർക്ക് ഫ്രം വൺ സയൻസ് സിസ്റ്റം ടു അനദർ. അതായത് നമ്മൾ ഫ്രം ലിറ്ററേച്ചർ, ബുക്കിൽ നിന്ന് നമ്മൾ ഒരെണ്ണത്തിനെ ഫിലിമാക്കി മാറ്റുന്നു. അതാണ് ഇൻ്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ. ബുക്കെന്ന് പറയുമ്പോൾ ടെക്സ്റ്റാണ് അല്ലെങ്കിൽ വേർഡ്സ് ആണ്. അതിനെ നമ്മൾ വിഷ്വലി മാറ്റുന്നതിനെയാണ് നമ്മൾ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സയൻസ് സിസ്റ്റത്തിൽ നിന്ന് സയൻസ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സയൻസ് സിസ്റ്റത്തിലോട്ട് പോവുകയാണ്, അല്ലേ? ഫ്രം വേർഡ്സ് ടു വിഷ്വലോട്ട് പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഇൻ്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് വിഷ്വലിനെ നമുക്ക് ഓഡിറ്ററി മറ്റേ രീതിയിലുമാക്കാം, തിരിച്ചുമാക്കാം. ഓക്കെ, അതിനൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ് വേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു മാറ്റത്തിന്. പിന്നെ വരുന്നത്, അപ്പോൾ ഇതിനകത്തുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഡിലിറ്റി ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയാം കേട്ടോ. പിന്നെ എലിപ്പത്തായത്തിൻ്റെ പ്രൊട്ടാഗണിസ്റ്റിനെ ചോദിച്ചിട്ടുണ്ട്, അത് ഉണ്ണി എന്നാണ്. കരമന ജനാർദ്ദനൻ നായരാണ് ആക്ടറെ പ്ലേ ചെയ്യുന്നത്. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എഴുതാം നിങ്ങൾക്ക്. പിന്നെ വിക്ടോറിയ ഡിസിക്കയുടെ മൂവ്മെൻറ്റ് ഇറ്റാലിയൻ ന്യൂ റിയലിസമാണ്. ഡോഗ്മേ 95 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോഗ്മേ 95 എന്ന് വെച്ചാൽ ഒരു ഫിലിം മേക്കിംഗ് മൂവ്മെൻ്റ് ആണ്. ലാർസ് വോൺ ട്രയറും തോമസ് വിൻ്റർബർഗും കൂടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സിംപ്ലിസിറ്റി, റിയലിസം പ്രൊമോട്ട് ചെയ്യുക, സ്പെഷ്യൽ എഫക്റ്റ്, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ വോ ഓഫ് ചേസ്റ്റിറ്റിയെക്കുറിച്ച് പറയണം. സ്ട്രിക്റ്റ് റൂൾസ് ഫോർ ഫിലിം മേക്കിംഗ്. ഓക്കെ, സ്റ്റോറിക്കും ആക്ടിങ്ങിന് മാത്രം ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ മൊണ്ടാഷ് ടെക്നിക്കുള്ള ഫിലിംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ ബൈ സെർജി ഐസൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെയാണ് മൊണ്ടാഷ് തിയറി. മാർക്കിനനുസരിച്ച് എഴുതുക. 4 മാർക്സ് അല്ലെങ്കിൽ 15 മാർക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ മൊണ്ടാഷ് തിയറി 5 ടൈപ്പ് ഉണ്ടെന്നും പറഞ്ഞെഴുതുക. പിന്നെ ജർമ്മൻ എക്സ്പ്രഷനിസത്തിലെ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി. ഓക്കെ, അതിനകത്ത് എന്താ ചോദിച്ചിട്ട്, ഡ്രമാറ്റിക് ലൈറ്റിംഗ് ഉണ്ട്, സൈക്കോളജിക്കൽ തീംസ് ആണ്, ഇന്നർ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, സെറ്റുകളെല്ലാം ഡിസ്റ്റോർട്ടഡ് ആണ്. ആ ക്യാരക്ടറിൻ്റെ ഇന്നർ സൈക്കോളജിയെ കാണിക്കുന്നതാണത്. പിന്നെ മിസോസീൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. റാഷമോൻ്റെ റിലീസ് 1950-ലാണ്. ജാപ്പനീസ് ഫിലിമിനെ ഇൻ്റർനാഷണൽ അക്ലൈം മേടിച്ചു കൊടുത്ത ഫിലിമാണ് ഈ റാഷമോൻ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. ഒരു യുണീക്ക് ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചർ, അക്കീറ കുറോസവയെക്കുറിച്ച് പറയുക. ഗ്രേറ്റ് ട്രെയിൻ റോബറിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആരാണെന്ന്? എഡ്വിൻ എസ് പോർട്ടറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്രോസ് കട്ടിങ് ഷോട്ടുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീൻസ് വെച്ചിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. പിന്നെ 30 ഡിഗ്രി റൂൾ ഇൻ ഫിലിം മേക്കിംഗ്. അപ്പോൾ 30 ഡിഗ്രി റൂൾ ഇൻ ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ വിഷ്വൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജംപ് കട്ട് കാണത്തില്ല. ഈ ഒരു റൂളിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ 2 ഷോട്ടുകൾ ഓഫ് ദ സെയിം സബ്ജക്റ്റ് ക്യാമറ ഷിഫ്റ്റ് ചെയ്യും. അതായത് 30 ഡിഗ്രി ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് ഫ്രം ദി പ്രീവിയസ് ഷോട്ട്. ഷിഫ്റ്റ് സ്മോളർ ആണെങ്കിൽ കട്ട് അപ്പിയേഴ്സ് അബ്രപ്റ്റ് ആയിട്ട്, സഡൻ ആയിട്ട് തോന്നും. അതായത് ഓഡിയൻസിന് അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു ബോധം വരും, റാദർ ദാൻ ദ സ്റ്റോറി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ട്രാൻസിഷനെ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ വ്യൂയിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ 2025 ചോദിച്ചതിനകത്ത് നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
എല്ലാ ഫിലിമിനെ കുറിച്ച്, അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിലിം അഡാപ്റ്റേഷൻസിനെ കുറിച്ചും സജസ്റ്റഡ് ഫിലിംസ് കാണിക്കുന്നതിന് പറഞ്ഞേക്കുന്നതും സിലബസിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ മൂവീസിനെ കുറിച്ചും, അതായത് രാഷമോനാണെന്നുണ്ടെങ്കിലും അതെല്ലാത്തിനെ സ്റ്റോറിയും ക്യാരക്ടേഴ്സും തീമും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്നും ഡയറക്ടറിനെ കുറിച്ച് ഒരു പേരും എങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ.